ഗ്രീസിൽ അതിപ്രശസ്തമായ ഒരു ആത്മീയ കേന്ദ്രമുണ്ടായിരുന്നു, മൗണ്ട് ഏത്തോസ്. പുരുഷന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു വിശുദ്ധ ഭൂമി. 1000-ലേറെ വർഷം പഴക്കം ചെന്ന അവിടുത്തെ നിയമപ്രകാരം സ്ത്രീകൾക്ക് ഈ ഒരു മഠത്തിലേക്ക് പ്രവേശനമില്ലായിരുന്നു. 1800-കളിൽ ഈ മഠത്തിന്റെ കവാടത്തിൽ ഒരു ചോരക്കുഞ്ഞിനെ സന്യാസിമാർ കണ്ടെത്തി. അമ്മ മരിച്ച അച്ഛൻ ആരെന്നറിയാത്ത ഒരു കുഞ്ഞിനെ സന്യാസി സമൂഹം ഏറ്റെടുത്ത് മഠത്തിൽ വളർത്തി. മിഹൈലോ ടൊളോട്ടോസ് എന്ന പേര് നൽകി. തന്റെ ജീവിതകാലം മുഴുവൻ മഠത്തിൽ വളർന്ന മിഹൈലോയ്ക്ക് പുറം ലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. പ്രാർത്ഥനയും മതപഠനവുമായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. ഒരു സാധാരണ മനുഷ്യജീവിതത്തിലെ സ്നേഹം, ബന്ധങ്ങൾ, കുടുംബങ്ങൾ ഇവയൊന്നും തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇതിലും വിചിത്രമായ മറ്റൊരു കാര്യമെന്തെന്നാൽ അദ്ദേഹം തന്റെ മരണം വരെയും ഒരു സ്ത്രീയെ പോലും കണ്ടിട്ടില്ലായിരുന്നു. ഒരു സ്ത്രീയുടെ ശബ്ദം പോലും അദ്ദേഹം കേട്ടിട്ടില്ല. മഠത്തിന്റെ മതിലുകൾക്കുള്ളിലെ ജീവിതത്തിൽ അദ്ദേഹം പൊരുത്തപ്പെട്ടു ജീവിച്ചു. ഒടുവിൽ 1938 തന്റെ 82-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. മിഹൈലോയുടെ മരണാനന്തരമാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരു സ്ത്രീയെ പോലും കണ്ടിട്ടില്ലെന്ന വാർത്ത പ്രചരിക്കുന്നത്. ഈ വാർത്ത ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. മിഹൈലോയുടെ ഈ ഒരു കഥ ഒരു അത്ഭുതമായോ അല്ലെങ്കിൽ ഒരു ദുരന്തമായോ നമുക്ക് വായിച്ചെടുക്കാം. അയാളുടെ നഷ്ടങ്ങൾ എന്തായിരുന്നു? അയാൾ തന്റെ ജീവിതത്തിൽ എന്തു നേടി? മിഹൈലോ ഇന്നും ചരിത്രത്തിലെ മറക്കാനാകാത്ത ഒരു പേരായി നിലകൊള്ളുന്നു.